അപ്പോൾ ഇത് സാറ്റർഡേത്തെ വീഡിയോ ആണ്. ഞാൻ ഉണ്ണിയും കൂടിയിട്ട് അമ്മമ്മേനെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അവർക്കറിയില്ല ഞങ്ങൾ വരുന്ന കാര്യം. അപ്പോൾ വലിയച്ഛൻ ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ ഞങ്ങളെ റോഡിൽ ഇറക്കി വിട്ടിട്ട് പോയിട്ടോ. ഞങ്ങൾ ഇനി മെല്ലെ മെല്ലെ മിണ്ടാണ്ട് പോവാണ്. വലിയച്ഛൻ മാത്രം വരുന്നത്, വലിയച്ഛൻ വേറൊരു സ്ഥലത്ത് പോയിട്ട് വരികയായിരുന്നു. അപ്പം അവർ മാത്രം വരുന്നതെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പം അമ്മമ്മയും വല്യമ്മയ്ക്കും ഒന്നും അറിയില്ല ഞങ്ങൾ വരുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ ഒളിഞ്ഞു നിന്നിട്ട് വലിയച്ഛൻ കാറൊക്കെ പോയി പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ അറിയാത്ത പോലെ ഇങ്ങനെ പോയിട്ട് ബെല്ലടിച്ചു കേട്ടോ. അപ്പം ഈ ബാക്കി റിയാക്ഷൻ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഞെട്ടരുത്, അത്രയ്ക്ക് കൂക്കലും ഒച്ചപ്പാടൊക്കെയാണ്. അപ്പം ഞങ്ങൾ ഒളിഞ്ഞു നിൽക്കുകയാണ്. അതിന് ശേഷം ബെല്ലടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരാന്നറിയില്ല. അപ്പോൾ വല്യമ്മ വന്നിട്ടാണ് ഡോറ് തുറക്കണത്. അപ്പം ഞങ്ങളിവിടെ ഒളിഞ്ഞു നിന്നിട്ട് ബെല്ലടിക്കാം കേട്ടോ. ബാക്കി റിയാക്ഷൻ ഒന്ന് കണ്ടു നോക്കുവേ. ഇനിയടുത്ത് ഞാൻ മിണ്ടാണ്ടിരിക്കാൻ പറയുകയാണ്. അപ്പോൾ ഡ്രസ്സൊന്നും അത് ശരിയല്ല, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ബ്ലർ ചെയ്തത്. പക്ഷെ എന്നാലും എനിക്ക് റിയാക്ഷൻ ഇങ്ങനെ വീഡിയോ എടുക്കാണ്ടിരിക്കാനും തോന്നിയില്ല. അപ്പൊ വല്യമ്മ എൻ്റെ ചേച്ചി നിവ്യ ചേച്ചിയാണ് വരുന്നതെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പൊ അവർക്ക് ആകെ ഷോക്കായിട്ടോ അതിന്റെ റിയാക്ഷനാണ്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ചായ കുടിച്ചു. മാൽക്കിസ്റ്റിന്റെ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പം അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് കഴിക്കുന്നുണ്ടായിരുന്നത്. ഇതിനു മുമ്പ് ഞാൻ ഓറഞ്ചാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. അതിനുശേഷം നല്ല മഴയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ വേറൊരു ബിസ്ക്കറ്റും കൂടി ട്രൈ ചെയ്തു കേട്ടോ. കോഫി ജോയ് എന്ന് പറഞ്ഞിട്ട് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ശരിക്കും കോഫിയുടെ അതേ ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് രണ്ടെണ്ണം പുതിയ ബിസ്ക്കറ്റ് വരുമ്പോൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ച 2 ബിസ്ക്കറ്റായിരുന്നു കേട്ടോ. അപ്പോൾ അതും കഴിച്ചു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ രാത്രി നല്ല മഴയായിരുന്നു. പാലക്കാട് ആയതുകൊണ്ട് നന്നായിട്ട് മനസ്സിലാവുണ്ടായിരുന്നു. കണ്ടോ, മലയുടെ ഭാഗമായതുകൊണ്ട് അതുവരെ മഴക്കാറും അവിടെ നിന്ന് അങ്ങോട്ട് വൈറ്റ് ആയിട്ടുള്ള സ്കൈ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു. വെറുതെ ഒന്ന് റൗണ്ട് അടിക്കാൻ വേണ്ടിയിട്ട്, മഴയൊക്കെ അല്ലേ. അമ്മമ്മേനെ കൊണ്ട് പറയിപ്പിച്ചതാട്ടോ അങ്ങനെ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ കുറച്ച് മീനൊക്കെ മേടിച്ച് വന്ന് ഇതെന്താ ഉണ്ണിക്ക് കാറും കീയും മാത്രം മതിയല്ലോ. പിന്നെ കാറിലൊക്കെ അങ്ങനെ റോട്ടിൽ ഇരുന്നിട്ട് ഹോൺ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാലവിടെ വെച്ചിരിക്കുന്നു, എന്നിട്ട് ഹോൺ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവൻ്റെ സൈക്കിൾ ഇവിടെ ഉള്ളതൊന്നായിരുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോൾ മാത്രം കളിക്കുന്ന സൈക്കിളായതുകൊണ്ട് അതിൽ ഇങ്ങനെ നല്ല കളിയായിരുന്നു കേട്ടോ വെള്ളത്തിലൊക്കെ. കേട്ടോ ഹായ്. മഴ പെയ്തുകൊണ്ട് ഇവിടെയൊക്കെ ഫുള്ള് പീക്കോക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഉണ്ണിയാണ് കാണിച്ചെന്ന് പീക്കോക്ക് നോക്ക് പറഞ്ഞിട്ട്. അപ്പം നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ ഇവിടെ വന്ന. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം അവൻ്റെ സൈക്കിൾ കണ്ടതിൻ്റെ കളിയിലാണ്, വെള്ളത്തിലൊക്കെ ഇങ്ങനെ ഓരോന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.